വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ സന്ധ്യാസമയത്ത് ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ലൈവായി കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രത്യേകിച്ച് ഈ ഓൺലൈൻ പേജിൽ കൂടെ എൻ്റെ പ്രിയ സ്നേഹിതനായിരിക്കുന്ന പാസ്റ്റർ ജിജോ യോഹന്നാൻ അഡ്മിനായി പ്രവർത്തിക്കുന്ന ഈ ഓൺലൈൻ പേജിൽ കൂടെ കർത്താവിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ നല്ല സാവകാശത്തിനായി സ്തോത്രം ചെയ്യുകയാണ്. പ്രിയ ദൈവദാസന്മാരെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. പ്രത്യേകിച്ച് ലോക്ക്ഡൗണിൻ്റെ സമയത്ത് നമുക്ക് തുറന്ന് ആരാധനാലയങ്ങൾ തുറന്ന് ഒരു ആരാധനയോ പ്രാർത്ഥനയോ ഒന്നുമില്ലാത്ത ഈ പ്രത്യേക സാഹചര്യത്തിൽ എല്ലാവരുടെയും കരങ്ങളിൽ ആമേൻ എത്തി വരത്തക്ക വിധത്തിൽ, അല്ലെങ്കിൽ കൈകളിൽ എത്തത്തക്ക വിധത്തിൽ ഓൺലൈനിൽ കൂടെ, ഫേസ്ബുക്കിൽ കൂടെ, യൂട്യൂബിൽ കൂടെ, വാട്സപ്പിൽ കൂടെ ഒക്കെയും ചെയ്തെടുക്കുന്ന ഈ മനോഹരമായ പ്രവർത്തനത്തെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ഈ സന്ധ്യാസമയത്ത് അല്പസമയം ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ഞാൻ കടന്നു വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. ഈ ഫെയ്ത്ത് വോയിസ് ഓൺലൈനെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. വളരെ പ്രാർത്ഥനയോട് ഇന്ന് ഈ സന്ധ്യാസമയത്ത് നമുക്ക് ദൈവസന്നിധാനത്തിലായിരിക്കാം. ദൈവം നമ്മളെ സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് വ്യക്തവും ശക്തവുമായും ഇടപെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോട് പ്രാർത്ഥിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ ഓൺലൈനിൽ കൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ വ്യൂവേഴ്സിനെയും ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. ദൈവം നിങ്ങളെ ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് ആമേൻ ഈ സന്ധ്യാസമയത്ത് നിങ്ങൾക്ക് വേണ്ടതായ ഒരു ദൂത് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾക്ക് നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥതയോടെ പ്രാർത്ഥിക്കുന്നു. അതിനാധാരമായിട്ട് നമുക്ക് വേഗത്തിൽ ഒരു വേദഭാഗത്ത് ഞാൻ കടക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗം 2 ദിനവൃത്താന്തത്തിന്റെ പുസ്തകം 26-ാം അധ്യായത്തിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരുവാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിനവൃത്താന്തം 26-ാം അധ്യായം. ആമേൻ. നിങ്ങളുടെ മുമ്പാകെ അതിൽ ദൈവാത്മാവ് തന്നിരിക്കുന്ന 1-2 ദൂതുകൾ വേഗത്തിൽ നിങ്ങളുമായി ഒന്ന് കൈമാറി ഞാൻ ആമേൻ ആ ദൈവത്തിലായിരിക്കാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം തുടങ്ങുന്നത് തന്നെ യഹൂദ ജനമൊക്കെയും 16 വയസ്സ് പ്രായമുള്ള ഉസിയാവെ കൂട്ടിക്കൊണ്ട് വന്ന് അവന്റെ അപ്പനായ അമസ്യാവിന് പകരം രാജാവാക്കി എന്ന് നമുക്കിവിടെ വായിക്കുവാനിടയായിത്തീരുന്നു. ഇന്ന് ഈ സന്ധ്യാസമയത്ത് എൻ്റെ ടോപ്പിക് എന്ന് പറയുന്നത്, മെസ്സേജിന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ആമേൻ ദൈവത്തിൽ നാം ആശ്രയിക്കുക ആണ്. യഹോവയായ ദൈവത്തിൽ നാം ആശ്രയിച്ചാൽ ഉണ്ടാകുന്ന അതിന്റെ പരിണിത ഫലങ്ങൾ, അതിന്റെ നന്മകൾ, അനുഗ്രഹങ്ങൾ അവൻ എന്തൊക്കെയാണെന്ന് ഈ രാജാവിന്റെ ജീവിത ചരിത്രത്തിൽ കൂടെ ഞാൻ അല്പസമയം നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 26-ാം അധ്യായം നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള ഒരു വേദഭാഗമാണ്. അവിടെ ഉസിയാവ് എന്ന് പറയുന്ന ഒരു രാജാവിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു. ഉസിയ രാജാവ് 16-ാമത്തെ വയസ്സിൽ ആമേൻ രാജ്യഭരണം ഏറ്റെടുക്കുന്നതായിട്ട്, യഹൂദ ജനത്തെ ഭരിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. തന്റെ പിതാവായ അമസ്യാവിന്റെ മരണശേഷം ആമേൻ തന്റെ മകനായ ഉസിയാവ് 16-ാമത്തെ വയസ്സിൽ രാജ്യഭരണം ഏറ്റെടുക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ ഉസിയാവ് എന്ന് പറയുന്നത് വിഭജിക്കപ്പെട്ട യഹൂദയിലെ 10ാമത്തെ രാജാവാണ് ഉസിയാവ്. യഹൂദയുടെയും ഇസ്രായേലിന്റെയും ചരിത്രം നമ്മൾ പഠിച്ചു നോക്കിയാൽ ഏറ്റവും അധികം ദീർഘവർഷങ്ങൾ അവൻ രാജ്യം ഭരിച്ച ഒരു വ്യക്തിയെ കുറിച്ച് കാണുന്നു. മനശ്ശെ 55 വർഷം രാജ്യം ഭരിച്ചതായിട്ട് കാണുന്നു. മനശ്ശെക്ക് ശേഷമാണ് ആമേൻ സ്വത്രം ഉസിയാവ് ഏകദേശം 52 വർഷം ആ യഹൂദ ഭരിക്കുന്നതായിട്ട് നമുക്ക് വായിക്കുവാൻ ഇടയായിത്തീരുന്നുണ്ട്. ഉസിയ എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ആമേൻ
ഈസ് മൈ സ്ട്രെങ്ത്, അതായത് ദൈവം യഹോവ എന്റെ ബലം എന്നാണ് ഉസിയാവ് എന്ന വാക്കിന്റെ അർത്ഥം തന്നെ. ഏകദേശം BC 792 അവൻ തന്റെ പിതാവിന്റെ മരണശേഷം ഈ ഉസിയാവ് രാജ്യഭരണം ഏറ്റെടുക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. സ്തോത്രം. ഈ ഉസിയാവിന്റെ 52 വർഷത്തെ നീണ്ട ഭരണ കാലഘട്ടത്തെ ഇന്ന് രാത്രിയിൽ, ഇന്ന് ഈ സന്ധ്യയിൽ അവൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ അതിനെ രണ്ടായിട്ടൊന്ന് തിരിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. നീണ്ട 52 വർഷത്തെ ഭരണ കാലഘട്ടത്തെ രണ്ടായി തിരിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഒന്ന്, യഹോവയിൽ ആശ്രയിച്ച കാലം. ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് യഹോവയിൽ ആശ്രയിച്ച കാലം. രണ്ടാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഉസിയാവ് തന്നിൽ തന്നെ ആശ്രയിച്ച കാലഘട്ടം. പ്രൈസ് ദി ലോർഡ്. യഹോവ ബലമായിരുന്ന കാലഘട്ടമാണ് ഒന്നാമത്തെ കാലഘട്ടം എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഉസിയാവിന്റെ പിതാവ് അമസ്യാവ്, അമസ്യാവിന് പകരം 16-ാമത്തെ വയസ്സിൽ രാജാവായ ഉസിയാവ്. നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ എട്ടും പൊട്ടും തിരിച്ചറിയുവാൻ കഴിയാത്ത പ്രായം. പ്രൈസ് ദി ലോർഡ്. അവൻ ഈ 16-ാമത്തെ വയസ്സിൽ ഒരു രാജ്യഭരണം അല്ലെങ്കിൽ രാജ്യത്തെ ഭരിക്കുന്നത് എങ്ങനെയാണ്? അവൻ യാതൊരു കഴിവോ ഇല്ലെങ്കിൽ യാതൊരു പരിചയമോ പരിശീലനമോ ഒന്നും ഇല്ലാത്ത ഒരു കാലം. എന്നാൽ അവൻ 26-ാമത്തെ അധ്യായത്തിൽ വായിക്കുമ്പോൾ വളരെ ശ്രദ്ധയേറിയ ഒരു 1-2 പദങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. അതിപ്രകാരമാണ്, തന്റെ ചെറുപ്പകാലത്തിൽ, പ്രൈസ് ദി ലോർഡ്, ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന ഒരു വ്യക്തിയെ കുറിച്ച് വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. 26-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യമാണ് ഞാൻ നിങ്ങളുടെ മുമ്പാകെ വായിച്ചത്. ദൈവഭയത്തിൽ അവനെ ഉപദേശിച്ചു വന്ന സെഖര്യാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ പിതാവിനെ കാട്ടിലും, അതായത് ഉസിയാവ് തന്റെ പിതാവായ അമസ്യാവിനെ കാട്ടിലും ആമേൻ സ്തോത്രം തന്നെ സ്വാധീനിച്ച ഒരു വ്യക്തിയായിരുന്നു സെഖര്യാവ് എന്ന് പറയുന്നത്. ഈ സെഖര്യാവ് എന്ന് പറയുന്ന ദൈവഭക്തൻ ഉസിയാവിനെ ആമേൻ പത്യോപദേശത്തിലും ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിലും അല്ലെങ്കിൽ ദൈവ ഭയത്തിലും നടത്തിയ ഒരു വ്യക്തിയായിരുന്നു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ ചെറുപ്പകാലത്തിൽ അവന്റെ പിതാവിനേക്കാൾ അപ്പുറമായി, അവന്റെ പിതാവിനേക്കാൾ കൂടുതലായി ആമേൻ സ്തോത്രം ഈ സെഖര്യാവ് എന്ന് പറയുന്ന ദൈവമനുഷ്യൻ ഉസിയാവിനെ സ്വാധീനിക്കുകയുണ്ടായി. എന്റെ ഈ മെസ്സേജിന്റെ പ്രാരംഭ സമയത്ത് തന്നെ ഞാൻ ഒരു ദൂത് നിങ്ങളുമായി കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ് പ്രിയരെ. സ്തോത്രം. നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ അവൻ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ നിങ്ങളെ? എന്റെ ഒരു അനുഭവം ഞാൻ പറയാം, എന്റെ ഒരു കാര്യം ഞാൻ പറയാം. എന്റെ ജീവിതത്തിൽ എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുള്ളത് എന്റെ പ്രിയ മാതാവാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചെറുപ്പകാലത്തിൽ ആമേൻ സ്തോത്രം ഒരു നാമധേയ ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിക്കപ്പെട്ട എന്നെ ആമേൻ ദൈവത്തിന്റെ വചനം എന്നിൽ ആമേൻ കുത്തിത്തന്ന ദൈവത്തിന്റെ വചനം എന്നെ പഠിപ്പിച്ച് എപ്രകാരമാണ് പ്രാർത്ഥിക്കേണ്ടത്, എപ്രകാരമാണ് ബൈബിൾ വായിക്കേണ്ടത്, എപ്രകാരമാണ് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത് തുടങ്ങിയ പല കാര്യങ്ങൾ എന്നെ വളരെയധികം പഠിപ്പിച്ച ഒരു വ്യക്തിയാണ് എന്റെ മാതാവ്. അവൻ എന്നെ എന്റെ ചെറുപ്പകാലത്തിൽ വളരെയധികം സ്വാധീനിച്ച ഒരു വ്യക്തിയാണ് എന്റെ മാതാവ് എന്ന് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. അവൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഞാൻ എന്റെ സന്ദേശത്തിന്റെ ഈ പ്രാരംഭ സമയത്ത് നിങ്ങളുമായി ഒരു ദൂത് കൈമാറുകയാണ്. അവൻ ആരെങ്കിലും നമ്മളെ, അവൻ എന്നെയും നിങ്ങളെയും ഈ രാത്രിയിൽ സന്ധ്യാസമയത്ത് വചനം കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളെ ആരെങ്കിലും അവൻ പത്യോപദേശത്തിൽ നടത്തിയിട്ടുണ്ടെങ്കിൽ, ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ ഉപദേശം നിങ്ങൾക്ക് നൽകിയിട്ടുണ്ടെങ്കിൽ, അവൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ദൈവ ഭയത്തിൽ നിങ്ങളെ വളർത്തിയിട്ടുണ്ടെങ്കിൽ, പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ, ഒരു ശക്തിക്കും നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. ഒരു അന്ധകാര മണ്ഡലത്തിൽ നിങ്ങളെ തൊടുവാൻ കഴിയത്തില്ല. കാരണം നിന്റെ അകത്ത് അവൻ നമ്മുടെ അകത്ത് ദൈവവചനത്തിന്റെ വിത്ത് പാകിയിട്ടുണ്ട്. ദൈവവചനത്തിന്റെ വിത്ത് അകത്തുള്ളിടത്തോളം കാലം ഒരു ബാധയ്ക്ക് എന്ന് ഈ പ്രാരംഭ സമയത്ത് ഞാൻ നിങ്ങളുമായി മാറുകയാണ് പ്രിയരെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. എന്റെ ജീവിതത്തെ സ്വാധീനിച്ചത് എന്റെ പ്രിയ മാതാവാണ്. ഒരുപക്ഷെ നിങ്ങളുടെ ജീവിതത്തെ സ്വാധീനിച്ച് നിങ്ങളുടെ പിതാവായിരിക്കാം, നിങ്ങളുടെ സഹോദരങ്ങളായിരിക്കാം,
എന്നാൽ പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ, ഞാനൊരു കാര്യം ഞാൻ പറയട്ടെ. ആമേൻ, സ്തോത്രം. ഇവിടെ ഈ ഉസിയാവിനെ സെക്കറിയാവ് എന്ന് പറയുന്ന ഒരു ദൈവഭൃത്യൻ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. ആ മനുഷ്യൻ ഈ ദൈവ ഭയത്തിൽ കൊണ്ടുപോകുകയുണ്ടായി. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. ആമേൻ. ഞാനൊരു ദൂത് നിങ്ങളുമായിട്ട് കൈമാറട്ടെ. നിങ്ങൾ നിങ്ങളുടെ തലമുറയെ ഉപദേശിക്കുന്ന വൃഥായി മാറത്തില്ല. നിങ്ങൾ നിങ്ങളുടെ തലമുറയെ ദൈവവചനം പഠിപ്പിക്കുന്ന ഒരിക്കലും വൃഥായി മാറത്തില്ല. ആമേൻ. നിങ്ങൾ നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് ഒരിക്കലും പാഴായി മാറത്തില്ല. നിങ്ങളുടെ തലമുറയ്ക്ക് വേണ്ടി കണ്ണീരൊഴുക്കുന്നത് ഒരിക്കലും പാഴായി മാറത്തില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ഇന്നല്ലെങ്കിൽ നാളെ അതിന്റെ റിസൾട്ട് വെളിപ്പെടുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേർ ഇന്ന് പകൽ കേൾക്കുന്നു? ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയുമോ? ദൈവത്തിന് മഹത്വം കൊടുക്കുവാൻ കഴിയുമോ? പ്രിയരെ, സ്തോത്രം. ഇവിടെ നമ്മൾ വായിക്കുന്നത് അവൻ ഉസിയാവ് എന്ന് പറയുന്ന മനുഷ്യനെ സെക്കറിയാവ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ വളരെയധികം സ്വാധീനിക്കുകയുണ്ടായി. അവൻ ചെറുപ്പത്തിൽ മുതൽ തന്നെ ഈ മനുഷ്യൻ എന്ത് ചെയ്യുന്നറിയാമോ? ആമേൻ, സ്തോത്രം. ദൈവത്തിന് വേണ്ടി ജീവിക്കുവാനിടയായി തീർന്നു. ഈ രാജാവ് ദൈവത്തിന് വേണ്ടി, ദൈവത്തിന് പ്രസാദമുള്ള കാര്യങ്ങൾ ചെയ്യുവാനിടയായി തീർന്നു. എവിടുന്ന അവൻ തന്റെ അപ്പൻ പഠിപ്പിച്ചതല്ല, തന്റെ മാതാവ് പഠിപ്പിച്ചതല്ല, തന്റെ രാജ്യത്തിലുള്ള മറ്റ് അവൻ ആളുകൾ പഠിപ്പിച്ചതല്ല. സെക്കറിയാവ് എന്ന് പറയുന്ന ഒരു ദൈവഭക്തൻ പഠിപ്പിച്ച ഒരു കാര്യമാണിത്. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. ആമേൻ. സ്വതം ഈ മനുഷ്യൻ ദൈവ ഭയത്തിൽ വളർന്നു. അവൻ, ഞാൻ പറഞ്ഞല്ലോ, ഉസിയാവിന്റെ കാലഘട്ടത്തെ രണ്ടായി തിരിക്കാം. ഒന്ന്, അവൻ യഹോവയിൽ ആശ്രയിച്ച കാലം. രണ്ട്, അവൻ അവന്റെ ബലത്തിൽ ആശ്രയിച്ച കാലം. അവൻ പ്രാരംഭ സമയത്ത് ഞാൻ പറയുകയുണ്ടായല്ലോ, യഹോവയിൽ ആശ്രയിച്ച കാലത്തെ കുറിച്ചാണ് ഇന്ന് രാത്രി ഞാൻ പ്രാരംഭമായി നിങ്ങളോട് സംസാരിക്കുവാൻ ആഗ്രഹിക്കുന്നത്. യഹോവയിൽ ആശ്രയിച്ചപ്പോൾ അവനുണ്ടായ നന്മകൾ എന്തൊക്കെയാണ്? ഒന്ന്, അവൻ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. 4-ാമത്തെ വാക്യം, 26-ാം അധ്യായം 4-ാമത്തെ വാക്യം. അവൻ തന്റെ അപ്പനായ അമസ്യാവ് ചെയ്തതുപോലൊക്കെയും യഹോവയ്ക്ക് പ്രസാദം ഉള്ളത് ചെയ്തു. ഹല്ലേലൂയ. അവൻ യഹോവയെ പിടിക്കുകയുണ്ടായി. ഇല്ലെങ്കിൽ യഹോവയ്ക്ക് പ്രസാദകരമായ ഒരു ജീവിതം ഈ ഉസിയാവ് എന്ന് പറയുന്ന മനുഷ്യൻ, ഈ പൈതല്, ഈ കുഞ്ഞ്, 16-ാമത്തെ വയസ്സിൽ സ്വന്തം യഹോവയ്ക്ക് പ്രസാദകരമായ ഒരു ജീവിതം ജീവിക്കുകയാണ് ചെയ്യുന്നത്. സ്തോത്രം. ഹല്ലേലൂയ. ആമേൻ. നമുക്കറിയാം പ്രിയരെ, ആമേൻ, ഈ സെക്കറിയാവ് ഈ ഉസിയാവിനോട് പറഞ്ഞൊരു കാര്യമുണ്ടായിരിക്കാം. നീ നിന്റെ പിതാക്കന്മാരെ പോലെയാകണ്ട, നീ നിന്റെ രാജ്യത്തുള്ള മറ്റുള്ളവരെ പോലെയാകണ്ട, നീ ഒരു മനുഷ്യനാണ്. ദൈവം നിന്നെ ഉപയോഗിക്കുവാൻ പദ്ധതിയുണ്ട്. ദൈവത്തിന് നിന്നെ ചില പ്രത്യേക നിയോഗത്തോടെയാണ് ദൈവം നിന്നെ ഈ ദേശത്താക്കിയിരിക്കുന്നത്, ഇല്ലെങ്കിൽ രാജ്യത്ത് ദൈവം നിന്നെ പ്രത്യേക നിയോഗത്തോടെയാണ് ആക്കിയിരിക്കുന്നത്. ആകയാൽ നീ ദൈവത്തിന് വേണ്ടി ജീവിക്കുവാൻ തയ്യാറായാൽ ദൈവം നിന്നെ മാനിക്കുക തന്നെ ചെയ്യും. അങ്ങനെ ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം ഈ ഉസിയാവ് ഇവിടെ നയിക്കുന്നതായിട്ട് നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയരെ, ഞാനൊരു ദൂത് ഞാൻ പറയട്ടെ. സ്തോത്രം. എന്തെല്ലാം നഷ്ടപ്പെട്ടു പോയാലും കുഴപ്പമില്ല, പക്ഷെങ്കിൽ ദൈവത്തെ നാം നഷ്ടപ്പെടുത്തി കളയരുത്. എന്തെല്ലാം നേടിയാലും ഇല്ലെങ്കിലും ഒരു കുഴപ്പവുമില്ല, പക്ഷെങ്കിൽ ദൈവത്തെ നാം മറന്നു കളയരുത്. സെക്കറിയാവ് യൂസിയാവിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, കുഞ്ഞേ, നീ എന്തെല്ലാം നേടുന്നതോ നേടാതിരിക്കുന്നതോ അതല്ല വിഷയം. നിന്റെ ജീവിതകാലം മുഴുവനും നീ യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്താൽ ആ യഹോവ നിന്നെ ഒരു നാളും കൈവിടുകയില്ല. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. പ്രിയരെ, ഇന്നും അത് തന്നെയാണ് ദൂത് പറയുവാനുള്ളത്. സ്തോത്രം. ജീവിതത്തിന്റെ ഏതെല്ലാം കാലഘട്ടങ്ങളിൽ കൂടി നാം കടന്നു പോയാലും, സാഹചര്യങ്ങൾ അനുകൂലമായി പ്രതികൂലമായി നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നാലും ദൂത് ഏറ്റെടുത്തോ. യഹോവയെ കൈവിടാതെ യഹോവയെ മുറുകെ പിടിച്ച് നിന്റെ ജീവൻ നയിക്കുവാൻ തയ്യാറായാൽ ആ യഹോവ, ആ കർത്താവ് നിന്നെ ഒരു നാളും കൈവിടത്തില്ലെന്നുള്ള ദൂത് ഇന്ന് ഈ സന്ധ്യാസമയത്ത് ഞാൻ നിങ്ങളുമായി കൈമാറുകയാണ്. ഒന്ന്, ഉസിയാവ് യഹോവയ്ക്ക് പ്രസാദമുള്ളത് ചെയ്തു. രണ്ടാമത്തെ കാര്യം എന്താണെന്ന് അറിയാമോ? അതിന്റെ 5-ാമത്തെ വാക്യത്തിൽ ഉണ്ട്. അത് ഇപ്രകാരമാണ്: ദൈവ ഭയത്തിൽ അവനെ ഉപദേശിച്ച സെക്കറിയാവിന്റെ ആയുഷ്കാലത്ത് അവൻ ദൈവത്തെ അന്വേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. രണ്ടാമത്തെ കാര്യം, അവൻ ദൈവത്തെ അന്വേഷിച്ചു. ഒന്ന്, ദൈവത്തിന് പ്രസാദമുള്ളവൻ ചെയ്തു. രണ്ട്, അവൻ ദൈവത്തെ അന്വേഷിച്ചു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ.
ആമേൻ. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ ദൈവത്തെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിൽ അവൻ ആശ്രയം വെച്ചു. ആമേൻ, സ്തോത്രം. ഇതിന്റെ പരിണത ഫലം എന്താണെന്ന് അറിയാമോ? ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം, അടുത്ത വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, ദൈവത്തെ അന്വേഷിച്ച കാലത്തോളം ദൈവം അവന് അഭിവൃദ്ധി നൽകി. ഇന്ന് സന്ധ്യാസമയത്ത് ഈ ദൈവവചനം കേൾക്കുന്ന പ്രിയ സ്നേഹിതരെ, പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി ഒരു ദൂത് ഞാൻ കൈമാറുകയാണ്. നീ നിന്റെ ജീവിതത്തിന്റെ ഏത് മേഖലകളിലായാലും, ഒരുപക്ഷെ ഞാൻ അറിയുന്നില്ല, മറ്റുള്ള ദൈവദാസന്മാർ ആരും അറിയുന്നില്ല, ഏതെല്ലാം പ്രതിസന്ധികൾ കൂടി കടന്നുപോയാലും, ഏതെല്ലാം വിഷമഘട്ടങ്ങൾ കൂടി കടന്നുപോയാലും, പ്രൈസ് ദി ലോർഡ്, നീ ദൈവത്തെ അന്വേഷിക്കുവാൻ തയ്യാറായാൽ, അല്ല ഒന്നോടൊന്ന് കയറ്റി പറഞ്ഞാൽ, നീ ദൈവത്തെ ആശ്രയിക്കുവാൻ തയ്യാറായാൽ, ഓ അവൻ നിന്നെ കൈവിടത്തില്ല. അവൻ നിന്റെ എല്ലാ ജീവിതത്തിന്റെ മേഖലകളിലും അവൻ നിനക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്ന് പറയുമ്പോൾ എത്ര പേർക്ക് ചേർന്ന് ആമേൻ പറയുവാനിടയായിത്തീരും. അവരെ ഓർത്ത് ഇന്ന് ആമേൻ ഈ സന്ധ്യാസമയത്ത് കർത്താവിനെ സ്തുതിക്കുകയാണ്. അവൻ നിന്റെ കുടുംബത്തിനകത്തൊരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ, നിന്റെ ബിസിനസ്സിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ, നിന്റെ ജീവിതത്തിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ, നിന്റെ തലമുറകളുടെ മേൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ, ഓ ഹല്ലേലൂയ, നിന്റെ ശുശ്രൂഷയുടെ മേൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുവാൻ അവൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ ദൈവത്തെ മുറുകെ പിടിക്കുക, ദൈവത്തിന് പ്രസാദകരമായ ഒരു ജീവിതം നയിക്കുക, ദൈവത്തെ ആശ്രയിക്കുക. ആശ്രയിച്ചാൽ അവൻ ഒരു നാളും നമ്മളെ കൈവിടുകയില്ല. പ്രിയരെ, ഈ ഉസിയാവിന്റെ ജീവിതത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നതാണ്, അവൻ ദൈവത്തെ അന്വേഷിച്ചത് കൊണ്ട്, ആമേൻ, സ്തോത്രം, ആമേൻ, അവനുണ്ടായിരിക്കുന്ന അഭിവൃദ്ധി എന്താണെന്ന് അറിയാമോ? ഞാനത് വൺ ബൈ വൺ ആയിട്ട്, ആമേൻ, സ്തോത്രം, ഞാൻ നിങ്ങളെ അത് അറിയിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ദൈവത്തെ അന്വേഷിക്കുന്നത് കൊണ്ട് അവനുണ്ടായിരിക്കുന്ന അഭിവൃദ്ധി എന്താണെന്ന് അറിയാമോ? ഒന്ന്, അവന്റെ ഭരണ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു സുദീർഘമായ ഭരണകാലമായിരുന്നു. നീണ്ട 52 വർഷം യഹൂദ ദേശം ഭരിക്കുവാൻ ദൈവം അവന് സാവകാശം കൊടുത്തു. ബാക്കിയുള്ള സകല രാജാക്കന്മാരും, മനസ്സെ ഒഴിച്ച് ബാക്കിയുള്ള സകല രാജാക്കന്മാരും, ഇസ്രായേൽ രാജാക്കന്മാരും യഹൂദ രാജാക്കന്മാരും 20, 26, 30 വർഷം കഴിഞ്ഞ് അവരുടെ ഭരണ കാലഘട്ടം അവസാനിക്കുമ്പോൾ ദൈവത്തെ അന്വേഷിച്ച് ഉസിയാവിന്റെ ജീവിതം മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമാകുവാനായി തീർന്നു. ഒരു സുദീർഘമായ ഒരു ഭരണകാലം ദൈവം അവന് കൊടുക്കുവാനിടയായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയതാ. ശ്രദ്ധിക്കണമേ, ലോകം മുഴുവനും ഒരുപക്ഷെങ്കിൽ പറഞ്ഞെന്നിരിക്കാം, ഇല്ലെങ്കിൽ കൂടി വന്ന, ഇല്ലെങ്കിൽ യഹൂദ ദേശത്തിലെ ആളുകൾ പറഞ്ഞെന്നിരിക്കാം, ഇവൻ ചെറുപ്പമാ, ഇവൻ പയ്യനാ, ഇവന് യാതൊരു പരിശീലനവുമില്ല, ഇവന് യാതൊരു കഴിവുമില്ല, ഇവന് സ്തോത്രം എടുത്തു ചാടി തീരുമാനങ്ങൾ എടുക്കും, വേണ്ടത്ര പക്വതയില്ല എന്നൊക്കെ ഒരുപക്ഷെങ്കിൽ യഹൂദയിലുള്ള ജനങ്ങൾ ഒരുപക്ഷെങ്കിൽ അടക്കി സംസാരിച്ചു നിരിക്കാം. എന്നാൽ 16-ാമത്തെ വയസ്സിൽ തുടങ്ങിയ തന്റെ ഭരണ കാലഘട്ടം, ഭരണത്തിന്റെ സമയം, അന്ന് മുതൽ 52 വർഷം വരെയും സ്തോത്രം പുറകോട്ടല്ല, മറിച്ച് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് ദൈവം ഉസിയാവിനെ അനുഗ്രഹിക്കുവാനിടയായി തീർന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ദൈവത്തെ അന്വേഷിച്ചു, അവൻ ദൈവത്തെ അറിഞ്ഞു, അവൻ ദൈവത്തെ ആശ്രയിച്ചു. പ്രൈസ് ദി ലോർഡ്. അവൻ ദൈവത്തിന് വേണ്ടി പ്രസാദമുള്ളത് ചെയ്യുവാനിടയായി തീർന്നു. അങ്ങനെയെങ്കിലും ദൂത് ഞാൻ ഇന്ന് ഈ സന്ധ്യാസമയത്ത് കൈമാറുവാൻ ആഗ്രഹിക്കുകയാണ്. സ്തോത്രം. ദേശം നിനക്ക് ഒരു പക്ഷെങ്കിൽ ഒരു പരിധി ഇട്ടിട്ടുണ്ടായിരിക്കാം, ദേശം നിനക്കൊരു സമയം വെച്ചിട്ടുണ്ടായിരിക്കാം, ദേശം നിനക്ക് ചുറ്റും ഒരു ബൗണ്ടറി കെട്ടിയിട്ടുണ്ടായിരിക്കാം. എന്നാൽ ഇന്ന് സന്ധ്യാസമയത്ത് ദൈവവചനം കേൾക്കുന്ന പ്രിയ സഹോദര, സഹോദരി, പ്രിയ ദൈവത്തിന്റെ പൈതലേ, ഒരു ദൂത് അത് എഴുതിയിട്ടോ, സ്വതം അത് വിശ്വസിച്ചോ, അടിവരയിട്ട് അതിനെ വിശ്വസിച്ചോ. നീ ദൈവത്തെ അന്വേഷിക്കുന്നിടത്തോളം, നീ ദൈവത്തെ ആശ്രയിക്കുന്നിടത്തോളം, ഹല്ലേലൂയ, പിശാച് കെട്ടിയ സകല ബൗണ്ടറികളും അവൻ പൊളിക്കും, പിശാച് കെട്ടിയ സകല പരിധികളും അവൻ മാറ്റും. ദൈവത്തിൽ നിന്നെ കുറിച്ച് പദ്ധതിയുണ്ട്. അത് കേവലം 1-2 വർഷമല്ല, ഒരു സുദീർഘമായ ഒരു പ്ലാനാണ് ദൈവം നിനക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത്. എത്ര പേർ ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ വേണ്ടിയായി തീരും? ഒരു സുദീർഘമായ ഒരു പ്ലാന്. സ്തോത്രം. നമ്മുടെ സർക്കാർ മാറി മറിയാറുണ്ട്, ഭരണഘടനകൾ മാറിപ്പോകാറുണ്ട്.
ആമേൻ സ്തോത്രം, ഭരണകൂടങ്ങൾ മാറാറുണ്ട്, വ്യക്തികൾ മാറാറുണ്ട്. എന്നാൽ ഇവിടെ വായിക്കുന്നത് 52 വർഷം സുദീർഘമായ ഒരു ഭരണം ദൈവം ഈ മനുഷ്യന് കൊടുക്കുവാൻ കാര്യമെന്നറിയാമോ? സ്തോത്രം, അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. അങ്ങനെയെങ്കിൽ ഒരു കാര്യം ഞാൻ പറയട്ടെ, ദൈവത്തെ അന്വേഷിച്ചാൽ നീ പരാജയപ്പെടത്തില്ല. ദൈവത്തെ ആശ്രയിച്ചാൽ നീ ലജ്ജിതനായി മാറുകയില്ല. ദൈവത്തിൽ വിശ്വസിച്ചാൽ ആമേൻ സ്തോത്രം, പരാജയം ഒരിക്കലും കാണത്തില്ല. വിജയത്തിന്റെ പടികളിലേക്ക് നിന്റെ കാലുകളെ എടുത്തു വെക്കുവാൻ ദൈവം നിന്നെ സഹായിക്കും. കാരണം നീ ദൈവത്തിൽ വിശ്വസിക്കുന്നിടത്തോളം ദൈവം നിന്റെ മേൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാനിടയായി തീരും. ഇവിടെ നമ്മൾ വായിക്കുന്നത് സുദീർഘമായ ഒരു ഭരണകാലം ആമേൻ സ്തോത്രം അവിടെ കഴിക്കുകയാണ്. ഞാൻ പറഞ്ഞുവല്ലോ, യഹൂദയിലെ ജനങ്ങൾ ഒരു പക്ഷേ വിചാരിച്ചു കാണും ഇവന് യാതൊരു കഴിവും ഉണ്ടാകുകയില്ലെന്ന്. സ്തോത്രം. എന്നാൽ ഈ യോസിയ രാജാവ് പുതിയ പുതിയ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ യഹൂദ ജനങ്ങളെല്ലാം സന്തോഷകരമായി തീരുകയാണ്. ഒരു പക്ഷെങ്കിൽ കുറ്റം പറയുവാൻ നോക്കി നിന്നവർ ആമേൻ സ്തോത്രം ഉസിയാവിന്റെ സ്തുതിപാലകന്മാരായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കുറ്റം പറയുവാൻ തയ്യാറായി നിന്നവർ ആമേൻ സ്തോത്രം ഉസിയാവിനെ കണ്ടിട്ട് അവന്റെ പ്രവർത്തനങ്ങളെ കണ്ടിട്ട് കൈയടിക്കുവാനിടയായി തീർന്നു. അവന് സ്തുതി പറയുവാനിടയായി തീർന്നു. ആമേൻ ഹല്ലേലൂയ. അവൻ 8-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്ന, ശത്രുക്കളായിരിക്കുന്ന അമോന്യര് അവൻ ഉസിയാവിന്റെ അടുക്കൽ കൊണ്ടുവന്ന് ആമേൻ സ്തോത്രം കാഴ്ച കൊണ്ടുവെക്കുകയാണ് ചെയ്യുന്നത്. ശത്രുക്കൾ പോലും മിത്രങ്ങളായി മാറി. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ദൈവത്തിൽ ആശ്രയിച്ചു. സ്തോത്രം. ഇന്ന് ഈ സന്ധ്യാസമയത്ത് ആമേൻ സ്തോത്രം എന്നെ കേൾക്കുന്ന പ്രിയരെ, ഒരു ദൂത് ഞാൻ കൈമാറട്ടെ. ദൈവത്തിൽ നാം ആശ്രയിച്ചാൽ, ദൈവത്തിൽ നാം വിശ്വസിച്ചാൽ, ചില അസാധ്യമായ മേഖലകളുടെ മേൽ ഇന്ന് രാത്രി ദൈവത്തിന്റെ പ്രവൃത്തി ഇറങ്ങുകയാണ്. അവൻ ദൈവത്തെ നാം ആശ്രയിച്ചാൽ ചില അസാധ്യമായി കിടക്കുന്ന, ചില അടഞ്ഞു കിടക്കുന്ന ചില മേഖലകളുടെ മേൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവിന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. വിശ്വസിക്കുന്നവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒന്ന്, അവന്റെ ഭരണ കാലഘട്ടങ്ങളിൽ അവനൊരു അഭിവൃദ്ധി ഉണ്ടായി. അവന് സുദീർഘമായ ഒരു ഭരണം അവന് കാഴ്ചവെക്കുവാനിടയായി തീർന്നു. 2, അവൻ അതിന്റെ 6-ാമത്തെ വാക്യം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുന്നു. ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്തു. 2-ാമത്തെ കാര്യം, ദൈവത്തെ അന്വേഷിച്ചുകൊണ്ടുണ്ടായ 2-ാമത്തെ അഭിവൃദ്ധി. സ്തോത്രം. ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്തു. അതായത് ഇന്നലെ വരെ തന്റെ പിതാക്കന്മാർക്കെതിരായി യുദ്ധം ചെയ്തവർ, ഇന്നലെ വരെ തന്റെ ശത്രുക്കളായി തീർന്നവർ, അവൻ ദൈവത്തെ അന്വേഷിക്കുവാൻ തുടങ്ങിയപ്പോൾ അവൻ ഈ മനുഷ്യൻ അവർക്കെതിരായി മാറി. ഫെലിസ്ത്യരെ യുദ്ധം ചെയ്യുവാൻ തുടങ്ങി. അവൻ പ്രിയരെ, ആ ഭാഗമൊക്കെ ഒന്ന് വായിക്കുമ്പോൾ അവൻ മനസ്സ് സന്തോഷം കൊണ്ട് നിറയാറുണ്ട്. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ഈ മനുഷ്യൻ, ഈ രാജാവ് ഉസിയാവ് എന്ന് പറയുന്ന രാജാവ് എത്രയോ മഹാനായ ഒരു വ്യക്തിയായിരുന്നു അറിയാമോ? സ്തോത്രം. തന്റെ സൈനിക കാര്യങ്ങളിൽ ഒരു അഭിവൃദ്ധി ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. യുദ്ധവീരന്മാരായ പിതൃഭവന തലവന്മാർ 26,000 പേർ. അവൻ സാധാരണ സൈന്യം 3,07,500 പേർ. ടോട്ടൽ ഇവന്റെ അവൻ കയ്യിലുള്ള കസ്റ്റഡിയിലുള്ള ആമേൻ സ്വതന്ത്ര യുദ്ധ അഭ്യാസികൾ എത്രയാണെന്ന് അറിയാമോ? 3,10,100 പേർ. അത് മാത്രമാണോ? ഇവന്റെ കയ്യിൽ എന്തെല്ലാം യുദ്ധ കാര്യങ്ങളാണ് ഉള്ളതെന്ന് അറിയാമോ? പരിച, കുന്തം, തലക്കോരിക, കവചം, വില്ല്, അവൻ കമണക്കല്ല്, ആമേൻ സ്വതന്ത്രം. അത് മാത്രമല്ല സ്തോത്രം, ഇവിടെ നമ്മൾ വായിക്കുന്നത് അസ്ത്രങ്ങള് പ്രയോഗിക്കുന്ന യന്ത്രങ്ങള്, അവൻ കല്ലുകൾ പ്രയോഗിക്കുന്ന യന്ത്രങ്ങള്, ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ എല്ലാ വിധത്തിലുമുള്ള യുദ്ധ സാമഗ്രികൾ അവൻ ഈ മനുഷ്യന്റെ കയ്യിലുണ്ട്. സ്തോത്രം. ഈ ഉസിയാവ് എന്ന് പറയുന്ന ഒരു മഹാനായ ഒരു മനുഷ്യനായിരുന്നു. ആമേൻ. എന്താ കാര്യമെന്നറിയാമോ? ഇതിന്റെ എല്ലാം കാരണം എന്താണെന്ന് അറിയാമോ? ഇതിന്റെ പുറകിൽ ഒറ്റ ഒരു കാരണമേ ഉള്ളൂ. അവൻ ദൈവത്തെ അന്വേഷിക്കുന്നവനായിരുന്നു. അവൻ ദൈവത്തെ ആശ്രയിക്കുന്നവനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ട് അവന്റെ ഭരണകാലഘട്ടം സുദീർഘം, അവൻ വളരെ ദീർഘമേറിയ ഭരണകാലഘട്ടം ഉണ്ടായി. 2, ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ട് അവൻ ഫെലിസ്ത്യരെ തോൽപ്പിച്ചു. 3, അവൻ ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ട് അവൻ യെരൂശലേമിനെ പണിതുറപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്. 9-ാമത്തെ വാക്യം അവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി വായിക്കുകയാണ്. ഉസിയാവ് യെരൂശലേമിൽ കോൺവാതിക്കലും താഴ്വര വാതിക്കലും തിരിവിങ്കലും ഗോപുരങ്ങൾ പണിതുറപ്പിച്ചു. അപ്പൊ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ഈ മനുഷ്യൻ ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ട് അവൻ ചിലതൊക്കെ പണിയുവാൻ വേണ്ടതായ ഒരു ബലം ദൈവം പകരുകയുണ്ടായി. ഈ ദിവസങ്ങളിൽ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്ന പ്രിയരെ, അവൻ നെഹമ്യാവിനെ പോലെ ഈ കാലഘട്ടങ്ങളിൽ ദൈവം നമ്മളെ എഴുന്നേൽപ്പിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ആരെനിക്ക് വേണ്ടി പണി
പറയുവാൻ തയ്യാറാണ്? ആരെനിക്ക് വേണ്ടി പടയൊരുക്കുവാൻ തയ്യാറാണ്? ആരെനിക്ക് വേണ്ടി പുറപ്പെടുവാൻ തയ്യാറാണ്? അവർക്ക് വേണ്ടിയാണ് ദൈവം പ്രവർത്തിക്കുവാനായിത്തീരുന്നത്. ഇവിടെ നമ്മൾ വായിക്കുന്നത്, സ്തോത്രം, ഈ ഉസ്യാവ് എന്ന് പറയുന്ന രാജാവ് യെരൂശലേമിനെ പണിതുറപ്പിച്ചു. അതിന്റെ 6-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഫെലിസ്ത്യരോട് യുദ്ധം ചെയ്ത് ഗത്തിന്റെ മതിലും, ആമേൻ, സ്തോത്രം, യബ്നയുടെ മതിലും അസ്തോദിന്റെ മതിലും ഇടിച്ചു കളഞ്ഞു. അസ്തോദ് നാട്ടിലും ഫെലിസ്ത്യരുടെ ഇടയിലും പട്ടണങ്ങൾ പണിതു. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, ആമേൻ, ശത്രുക്കൾ തോൽപ്പിക്കുക മാത്രമല്ല, ആമേൻ, അങ്ങോട്ട് ചെയ്യുന്ന അവരുടെ സകലതും നശിപ്പിച്ച്, ആമേൻ, ശത്രുക്കളെ, ആമേൻ, അമ്പയെ പരാജയപ്പെടുത്തി, ആമേൻ, യെരൂശലേമിനെ എത്രത്തോളം ഉറപ്പിക്കാമോ അത്രത്തോളം ഉറപ്പിക്കുവാൻ വേണ്ടതായ, ആമേൻ, ഒരു ബുദ്ധി, അതിന് വേണ്ടതായ കഴിവ് ദൈവം ഈ മനുഷ്യനെ കൊടുക്കുകയുണ്ടായി. കാരണം എന്താണെന്ന് അറിയാമോ? ഇവൻ ദൈവത്തെ ആശ്രയിച്ചത് കൊണ്ട്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേൻ. 4-ാമത്തെ കാര്യം, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുകയാണ്. അവൻ ചില തോതുകൾ ഞാൻ അവസാനമായിട്ട് അവൻ അതിന്റെ ലാസ്റ്റിലായിട്ട് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുകയാണ്. 4-ാമത്തെ കാര്യങ്ങൾ, അവൻ പ്രബലനായി തീർന്നു. 26-ാമത്തെ അധ്യായം 8-ാമത്തെ വാക്യം, അവിടെ ഇങ്ങനെ വായിക്കുന്നത്, അമോന്യരും ഉസ്യാവിന് കാഴ്ച കൊണ്ടുവന്നു. അവൻ അത്യന്തം പ്രബലനായി തീർന്നത് കൊണ്ട് അവന്റെ സ്തുതി മിസ്രയീം വരെ പരന്നു. പ്രൈസ് ദി ലോർഡ്. യഹൂദയിൽ നിന്ന് ഈജിപ്തിലേക്ക് ഏകദേശം 707 കിലോമീറ്റർ ദൂരമുണ്ട്. സ്തോത്രം, അവന്റെ സ്തുതി അവിടെ വരെ പരന്നു. പ്രൈസ് ദി ലോർഡ്. ഇന്നത്തെ പോലെ ഫ്ലക്സോ, ആമേൻ, സോഷ്യൽ മീഡിയയോ, ആമേൻ, ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടം. പക്ഷെങ്കിൽ ദൈവം ഒരുവനെ പ്രസിദ്ധനാക്കുവാൻ ആഗ്രഹിച്ചാൽ ആരെല്ലാം തടഞ്ഞാലും അവൻ പ്രസിദ്ധനായി മാറും. പ്രൈസ് ദി ലോർഡ്. സ്വന്തം ഇഷ്ടം കൊണ്ടോ അല്ലെങ്കിൽ സ്വന്തം കഴിവ് കൊണ്ടോ സ്വന്തം ബലം കൊണ്ടോ പ്രസിദ്ധനാകുകയല്ല, മറിച്ച് ദൈവത്തിന് ഒരു വ്യക്തിയെ കുറിച്ച് പദ്ധതി ഉണ്ടെങ്കിൽ, അവൻ ദൈവത്തെ ആശ്രയിക്കുന്ന വ്യക്തിയാണെങ്കിൽ അവൻ പോലും അറിയാതെ ദൈവം അവനെ എഴുന്നേൽപ്പിക്കുവാനിടയായി തീരും. ഇന്ന് രാത്രിയിൽ എത്ര പേർ വിശ്വസിക്കുന്നു? അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. 5-ാമത്തെ കാര്യം, കാർഷിക അഭിവൃദ്ധി ഉണ്ടായി, മൃഗസമ്പത്ത് വർദ്ധിച്ചു. പ്രിയരെ, ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകട്ടെ. 5, കാർഷിക അഭിവൃദ്ധി, മൃഗസമ്പത്ത് വർധന. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, അവൻ നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ, ഈ ഉസ്യാവ് എന്ന് പറയുന്ന രാജാവ് സർവകലാവല്ലഭനായിരുന്നു. പ്രൈസ് ദി ലോർഡ്. എല്ലാ മേഖലയിലും അഭിവൃദ്ധി പ്രാപിക്കുവാനായി തീർന്നു. അവന് കന്നുകാലികൾ ഉണ്ടായിരുന്നു, മൃഗസമ്പത്ത് ഉണ്ടായിരുന്നു, കിണറുകൾ കുഴിക്കുവാനായി തീർന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മരുഭൂമിയിൽ കിണറുകൾ കുഴിച്ചു. അവൻ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ നിലയിലും, അതായത് അവൻ താൻ എടുക്കുന്ന ഓരോ സ്റ്റെപ്പുകളും, താൻ എടുക്കുന്ന ഓരോ തീരുമാനങ്ങളും അത് സക്സസ് ആയി മാറുവാനായി തീർന്നു. കാരണം എന്താണെന്ന് അറിയാമോ? അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, ദൈവത്തെ അന്വേഷിച്ചിടത്തോളം ദൈവം അവൻ അഭിവൃദ്ധി കൊടുത്തു. ഞാൻ പറഞ്ഞല്ലോ പ്രിയരെ, അവൻ 5 വിധത്തിലുള്ള അഭിവൃദ്ധിയാണ് ഇവിടെ ഉസ്യ രാജാവിനുണ്ടായത്. 1, അവന്റെ ഭരണത്തിന്റെ അഭിവൃദ്ധി, സുദീർഘമായ ഒരു ഭരണ കാലഘട്ടം. 2, ആമേൻ, അവന്റെ സൈന്യത്തിന്റെ മേൽ ഒരു അഭിവൃദ്ധി ഉണ്ടായി. സ്തോത്രം, ഫെലിസ്ത്യരെ തോൽപ്പിച്ചു. ആമേൻ, ആമേൻ, സ്തോത്രം, മതിലുകൾ ഇടിച്ചു. ആമേൻ, യെരൂശലേമിനെ പണിതുറപ്പിച്ചു. 3-ാമത്തേതാണ്, യെരൂശലേമിനെ പണിതുറപ്പിച്ചു. 4, താൻ പ്രബലനായി തീർന്നു. 5, കാർഷിക അഭിവൃദ്ധിയും മൃഗസമ്പത്തും വർദ്ധിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, സ്തോത്രം. ആമേൻ. ദൈവത്തെ മുറുകെ പിടിച്ചാൽ ഇന്ന മേഖലകളൊന്നുമില്ല ദൈവത്തിന്. ആര് ദൈവത്തെ മുറുകെ പിടിക്കുന്നുവോ, ആര് ദൈവത്തിൽ ആശ്രയിക്കുവാൻ തയ്യാറാകുന്നുവോ, അത് ഏത് മേഖലകളിൽ വർക്ക് ചെയ്താലും ആ മേഖലകളിൽ ദൈവം അഭിവൃദ്ധി നൽകുവാനിടയായി തീരും. ഇന്ന് ഈ സന്ധ്യാസമയത്ത് എത്ര പേർ ഈ വചനം വിശ്വസിക്കുന്നു? ഇന്ന് ഈ രാത്രിയിൽ ഞാൻ ആത്മാവിൽ ഞാൻ പറയട്ടെ, ആമേൻ, സ്വന്തം ഓൺലൈനിൽ കൂടെ ആമേൻ കഷ്ടതയോ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന പ്രിയരെ, ഇന്ന് ആമേൻ സ്വന്തം ആത്മാവിൽ ദൂത് കൈമാറുകയാണ്. നീ ദൈവത്തെ മുറുകെ പിടിച്ചോ, നീ ദൈവത്തിൽ ആശ്രയിച്ചോ. അവൻ ആശ്രയിക്കുന്നിടത്തോളം അവൻ
അവൻ നിന്നെയും മുറുകെ പിടിക്കും. പ്രൈസ് ദി ലോർഡ്. ഏത് മേഖലകളിൽ കൈവച്ചാലും, ഏത് മേഖലകളിലേക്ക് സ്റ്റെപ്പുകൾ വെച്ചാലും അത് ഒരു അഭിവൃദ്ധിയിലേക്ക് കൊണ്ടുപോകുവാനായി തീരും. അവൻ വിശ്വസിക്കുന്ന ദൈവമക്കളെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. അവൻ ഇനിയും എന്റെ അവസാന ഭാഗത്തിലേക്ക് ഞാൻ വരികയാണ്. എന്താ സംഭവിച്ചതെന്ന് 15ാമത്തെ വാക്യത്തിന്റെ അവസാന ഭാഗം ഇങ്ങനെ വായിക്കുന്നത്: അവൻ പ്രബലനായി തീരുവാൻ തക്കവണ്ണം അതിശയമായി അവന് സഹായം ലഭിച്ചത് കൊണ്ട് അവന്റെ സ്തുതി ബഹുദൂരം പരന്നു. ആര്? ഉസിയ രാജാവിന്റെ സ്തുതി ബഹുദൂരം പരന്നു. അവനെ സഹായിക്കുവാൻ തക്കവണ്ണം ആരാ സഹായിച്ചെന്നറിയാമോ? അവൻ സഹായം ലഭിച്ചത് എവിടെ നിന്നറിയാമോ? സ്വർഗത്തിൽ നിന്ന് യൂസിയാവിന് സഹായം ലഭിച്ചത്. സഹായം ലഭിച്ചത് കൊണ്ട് അവന്റെ സ്തുതി ബഹുദൂരം പറന്നു. പ്രൈസ് ദി ലോർഡ്. അവൻ ലോകത്തിൽ ആരെല്ലാം സഹായിച്ചാലും ആര് സഹായിച്ചില്ലെങ്കിലും അത് പ്രശ്നമല്ല. ലോകത്തിലെ സഹായങ്ങളെല്ലാം നഷ്ടപ്പെട്ടു പോകും. എന്നാൽ ദൈവത്തിൽ നിന്ന്, ഉയരത്തിൽ നിന്ന് സഹായം ലഭിച്ചാലുണ്ട് ആരെതിരായി നിന്നാലും ആമേൻ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അവൻ ദൈവം ഉദ്ദേശിക്കുന്ന പദ്ധതിയിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കുവാൻ ആഗ്രഹിക്കുന്ന ആ ഒരു നിലവാരത്തിലേക്ക് ദൈവം നിന്നെ കൊണ്ടെത്തിക്കുമെന്ന് വിശ്വസിക്കുന്നവർ എത്ര പേരുണ്ട്? അവരെ ഓർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. സ്തോത്രം. ഉസിയാവിന്റെ കാലഘട്ടത്തിൽ രണ്ടായി തിരിക്കാം. ഒന്ന്, അവനെ യഹോവയിൽ ആശ്രയിച്ച കാലം. യഹോവയിൽ ആശ്രയിച്ച കാലത്ത് എന്താ സംഭവിച്ചത്? അവന് എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടായി. എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടായി. രണ്ടാമത്തെ കാലഘട്ടം എന്താണെന്ന് അറിയാമോ? അവനിൽ തന്നെ ആശ്രയിക്കുവാനായി തീർന്നു. പലരുടെയും ജീവിതത്തിൽ വന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ ഒരു മെയിൻ മെസ്സേജിലേക്ക് ഞാൻ വരികയാണ്. മുമ്പുള്ള കാര്യങ്ങളെല്ലാം അനുഗ്രഹങ്ങളും അഭിവൃദ്ധികളും ഒക്കെയാണ്, നമുക്കെല്ലാവർക്കും ആവശ്യമാണ്. പക്ഷെങ്കിൽ രണ്ടാമത്തെ കാലഘട്ടം വളരെ ശ്രദ്ധിക്കണമേ പ്രിയരെ. നാം ഏവരും ഒരു പക്ഷെങ്കിൽ ആമേൻ, സ്തോത്രം, പതറിപ്പോകേണ്ട സമയങ്ങളാണ്. നാം ഏവരും ഒരു പക്ഷെങ്കിൽ ഇതിൽ തെറ്റി വീഴാറുണ്ട്. എത്രയോ പേര് വീണിരിക്കുന്നു, എത്രയോ പേര് തകർന്നിരിക്കുന്നു. സ്തോത്രം. ഈ രണ്ടാമത്തെ കാലഘട്ടം എന്താണെന്ന് അറിയാമോ? താൻ പ്രബലനായി തീർന്നു. ദേശം മുഴുവനും മിസ്രയീം വരെ തന്റെ സ്തുതി പരന്നു. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ, ഇതെല്ലാം ഈ രാജാവിന്റെ ചെവിയിലേക്ക് വന്നു. രാജാവ് ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എന്താ ചെയ്തെന്നറിയാമോ? ആമൻ, തന്റെ ഹൃദയത്തിന്റെ അകത്ത് ഇതുവരെയും ഉണ്ടാകാത്ത ഒരു നിഗളമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. 16ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നു, ഈ നിഗളം എന്തിനാണെന്ന് അറിയാമോ? ഈ നിഗളം ഉണ്ടായത് എന്തിനാണെന്ന് അറിയാമോ? ഈ നിഗളം ഉണ്ടായത് നാശത്തിനായിട്ടാണ്. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. നാശത്തിനായിട്ടൊരു നിഗളമുണ്ടായി. അപ്പോ ഒരു കാര്യം അടിവരയിട്ട് അവൻ ശ്രദ്ധിക്കണം, അടിവരയിട്ടോണം. നിന്റെ ജീവിതത്തിൽ എന്തെങ്കിലും, എവിടെങ്കിലും, ഏതെങ്കിലും ഒരു മേഖലയിൽ നിഗളം കിടപ്പുണ്ടെങ്കിൽ അത് നന്മയ്ക്കായിട്ടല്ല, അത് മറിച്ച് നിന്റെ നാശത്തിനായിട്ടാണ്. ഹല്ലേലൂയ. ലോകചരിത്രം പഠിച്ചു നോക്കിയേ, ഹിസ്റ്ററി ഒന്ന് നോക്കിയേ, അത് വിട്, ബൈബിളിലെ കാര്യങ്ങൾ നോക്കിയേ. ബൈബിളിലെ സ്വന്തം ബൈബിളിലെ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ടതായ അഭിഷക്തന്മാർ എത്രയോ പേർ സ്തോത്രം, നിഗളം വന്നു കഴിഞ്ഞപ്പോൾ തങ്ങളുടെ ബലത്തിൽ, തങ്ങളുടെ ശക്തിയിൽ, തങ്ങളുടെ ബുദ്ധിയിൽ ആശ്രയിക്കുവാൻ തുടങ്ങിയപ്പോൾ ആമേൻ, സ്തോത്രം, അവിടെ നാശം സംഭവിക്കുകയാണ് ചെയ്തത്. പ്രിയരെ, ഈ ഒരു ദൂത് ഞാൻ നിങ്ങളുമായിട്ട് കൈമാറുകയാണ്. സ്തോത്രം. ആമേൻ. ഒന്നുമില്ലായ്മയിൽ നിന്ന് ദൈവം ആമേൻ തന്റെ കൈ, ഇല്ലെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെട്ട് ആമേൻ എല്ലാ മേഖലകളിലും അഭിവൃദ്ധി ഉണ്ടായി. നേരത്തെ മുൻ പരിചയമൊന്നുമില്ലായിരുന്നു. ഈ ഉസിയാവിന് നേരത്തെ ഒരു പരിചയമില്ലായിരുന്നു. കൃഷി സമ്പത്ത് പരിചയമില്ലായിരുന്നു. മൃഗത്തെ കുറിച്ച് അവന് യാതൊരു പരിചയമില്ലായിരുന്നു. എങ്ങനെ വളർത്തണം, എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ലായിരുന്നു. ഒരു മുൻപരിചയമില്ലായിരുന്നു. എങ്കിലും
ദൈവം അവന്റെ മേൽ അഭിവൃദ്ധി കൊടുത്തപ്പോൾ സ്തോത്രം, അവന്റെ രാജ്യത്തെ മാത്രമല്ല, ഇല്ലെങ്കിൽ അവൻ ഇരിക്കുന്ന സ്ഥലം മാത്രമല്ല, അവൻ എവിടെയെല്ലാം ആമേൻ സ്തോത്രം, അവൻ എവിടെയെല്ലാം പോയിട്ടുണ്ടോ, ഇല്ലെങ്കിൽ എവിടെയെല്ലാം അവൻ കൈവച്ചിട്ടുണ്ടോ അതെല്ലാം അനുഗ്രഹിച്ചു ദൈവം. പക്ഷെങ്കിൽ നാശത്തിനായിട്ട് ഒരു നിഗളമുണ്ടായപ്പോൾ, നാശത്തിനായിട്ടൊരു നിഗളം സംഭവിച്ചപ്പോൾ സ്തോത്രം, ഹല്ലേലൂയ, ആമേൻ, അവന്റെ ഇന്നത്തെ ഹിസ്റ്ററി അല്ല ഇന്നുണ്ടായത്. ടോട്ടലി ചേഞ്ച്. ദൈവം അവനെ ആകപ്പാടെ മാറ്റിമറിച്ചു. എന്താണെന്നറിയാമോ? നമ്മൾ വായിക്കുന്നത് 16-ാമത്തെ വാക്യത്തിൽ, ആമേൻ സ്തോത്രം, അവൻ ബലവാനായപ്പോൾ അവന്റെ ഹൃദയം അവന്റെ നാശത്തിനായിട്ട് നിഗളിച്ചു. ബലവാനായപ്പോൾ 16 വയസ്സുള്ളപ്പോൾ അവൻ ദൈവത്തിൽ ആശ്രയിച്ചതാ. നീണ്ട 52 വർഷം അവൻ ദൈവത്തെ അന്വേഷിച്ചു. അവൻ ദൈവത്തിന് പ്രസാദമായിട്ടു. എന്നാൽ താൻ ബലവാനായി തീർന്നു എന്ന് മനസ്സിലായപ്പോൾ, ഒന്നുമില്ലായ്മയിൽ നിന്നും അവനെ ദൈവം എല്ലാ വിധത്തിലും അനുഗ്രഹിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ അകത്ത് നിഗളം ഉണ്ടാകുവാനായി തീർന്നു. ഇന്ന് രാത്രിയിൽ വചനം പറയുന്ന എന്നെ ഉൾപ്പെടുത്തിയാണ് ഞാൻ പറയുന്നത്. ശൂന്യമായി കിടന്നിടത്തുനിന്ന, ചണ്ടിക്കൂമ്പാരമായി കിടന്നിടത്തുനിന്ന ദൈവം ഒരു തലത്തിലെത്തിച്ചപ്പോൾ, ഒരു മേഖലയിൽ ദൈവം കൊണ്ട് എത്തിച്ചപ്പോൾ, ആമേൻ, നാനാവിധത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ നന്മകളും ദൈവം നമുക്ക് പകർന്നു തന്നപ്പോൾ, ആമേൻ സ്തോത്രം, നിഗളം വരുവാൻ സാധ്യതയുണ്ട് പ്രിയരെ. ആ നിഗളം നന്മയ്ക്കായിട്ടല്ല, ആ നിഗളം നിന്റെ നാശത്തിനായിട്ടാണ്. ആമേൻ സ്തോത്രം. ഇവിടെ എന്താ സംഭവിച്ചെന്നറിയാമോ? അതുകൊണ്ടാണല്ലോ 1 പത്രോസിന്റെ ലേഖനം 5-ാം അധ്യായം 5-ാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്, നിഗളികളോട് അവൻ എതിർത്ത് നിൽക്കുന്നു, താഴ്മയുള്ളവനെ അവൻ അവൻ കടാക്ഷിക്കുന്നു. നിഗളികളോട് എതിർത്ത് നിൽക്കുന്ന ദൈവം സ്തോത്രം. ഇവിടെ ഇവന്റെ ഹൃദയത്തിൽ ഒരു നിഗളമുണ്ടായപ്പോൾ അത് നാശത്തിനായിട്ടാണെന്നാണ് വേദപുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ എന്റെ ഒരു ആശയം ഞാൻ പറയാം. 16-ാമത്തെ വയസ്സ് മുതൽ 52 വയസ്സ് വരെ സ്തോത്രം, അവൻ താൻ തന്റെ സിംഹാസനത്തിൽ ഇരിക്കുമ്പോൾ അതുവരെയും അവൻ തന്റെ സിംഹാസനം പുറകിലായിരുന്നു. ദൈവമാണ് മുമ്പിൽ നിന്നത്. ബാക്കി അവൻ സ്തോത്രം, അവൻ പുറകിലായിരുന്നു. എന്നാൽ താൻ ബലവാനാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ, അവൻ തന്നിൽ തന്നെ ആശ്രയിക്കുവാൻ തുടങ്ങിയപ്പോൾ സ്തോത്രം, ദൈവത്തെ പുറകിലാക്കിയിട്ട് ഇവന്റെ സിംഹാസനത്തെ മുമ്പിൽ കൊണ്ടുവച്ചു. എത്ര പേർക്ക് മനസ്സിലായി? അവൻ സ്വയമായി മുമ്പിൽ വന്നു, ദൈവത്തെ പുറകിൽ തള്ളി. സ്തോത്രം. നേരത്തെ എന്ത് വന്നാലും, ഏതെല്ലാം പ്രശ്നങ്ങൾ വന്നാലും ഫസ്റ്റ് അപ്പോൾ അവൻ ദൈവത്തിലാണ് ആശ്രയിച്ചത്. ഇപ്പോൾ ദൈവം സെക്കൻഡറി ആയി. ആമേൻ. മെയിൻ ഇമ്പോർട്ടന്റ് അവനിൽ തന്നെ കൊടുത്തു. സെക്കൻഡറി ആയി ദൈവം മാറിക്കഴിഞ്ഞു. പ്രിയരെ, നമ്മുടെ പലരുടെയും അവസ്ഥ ഇന്നിന്റെ കാലത്തിൽ തന്നെയല്ലേ? ഒന്നുമില്ലായ്മയിൽ നിന്നും ദൈവം നമ്മളെ കൊണ്ടുവന്നപ്പോൾ അവൻ സ്തുതി ഉണ്ടായിരുന്നു, പാട്ടുണ്ടായിരുന്നു, പ്രാർത്ഥന ഉണ്ടായിരുന്നു, കണ്ണുനീരുണ്ടായിരുന്നു. എന്നാൽ ഇന്ന് കാറായപ്പോൾ, അവൻ സ്തോത്രം, ഇന്ന് സകലതുമായപ്പോൾ അവൻ കണ്ണുനീർ എവിടെ? പ്രാർത്ഥന എവിടെ? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ആരാധന എവിടെ? അതിലേക്ക് മടങ്ങി വരുവാൻ ഇന്ന് രാത്രി പരിശുദ്ധാത്മാവ് ഉദ്ബോധിപ്പിക്കുകയാണ്. ഞാൻ വേഗത്തിൽ അവൻ മുമ്പോട്ട് പോയി ഇവിടെ അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു. ഇവൻ ചെയ്ത തെറ്റാണെന്ന് എന്താണെന്നറിയാമോ? ഏൽപ്പിക്കാത്ത കാര്യം ഇവൻ ചെയ്തു. രാജാവാണ്, കാര്യം ശരിയാ, പക്ഷെ പുരോഹിതന്റെ ശുശ്രൂഷ ഏറ്റെടുക്കുകയാണ്. എന്താ ചെയ്തത്? ആമേൻ സ്തോത്രം, ധൂപം കാട്ടുവാൻ ആലയത്തിൽ ചെന്നു, ധൂപം വീശുവാൻ ആലയത്തിൽ ചെന്നു. പുരോഹിതന്മാരൊക്കെ തടഞ്ഞു, പക്ഷെ കേട്ടില്ല കേട്ടോ. സ്തോത്രം. ഇവന് നാശം വന്നിരിക്കുകയാ. ആമേൻ. പുരോഹിതന്മാർ തടഞ്ഞു, കേട്ടില്ല. ആമേൻ. അവൻ ധൂപമെടുത്ത് വീശുവാൻ തുടങ്ങിയപ്പോൾ പുരോഹിതന്മാരോട് ധൂപപീഠത്തിൽ കയറി നിന്ന് ധൂപം വീശുന്നത് മാത്രമല്ല, പുരോഹിതന്മാരോട് കോപിക്കുവാൻ തുടങ്ങി. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ആ ക്ഷണത്തിൽ ഹല്ലേലൂയ. ഒന്ന്, അവൻ കുഷ്ഠരോഗിയായി മാറി. 19-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അവൻ കുഷ്ഠരോഗിയായി മാറി. ഹല്ലേലൂയ. പ്രിയരെ,
ധൂപകലശത്തിൽ പിടിച്ചത് മാത്രമല്ല, അത് പിടിച്ചുകൊണ്ട് കോപിച്ചപ്പോൾ അവൻ കുഷ്ഠരോഗി. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. അവനെ ആലയത്തിൽ നിന്ന് പുറത്തു തള്ളി. ഞാൻ വേഗത്തിലൂടെ അവസാനിപ്പിക്കുകയാണ്. സ്തോത്രം, പ്രൈസ് ദി ലോർഡ്. കുഷ്ഠരോഗിയായി അവനെ ആലയത്തിൽ നിന്ന് പുറത്തു തള്ളി. അവനെ വേറെ ഒരു സ്ഥലത്ത്, വേറെ ഒരു അവനെ കൊണ്ട് പാർപ്പിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഒന്ന്, കുഷ്ഠരോഗിയായി മാറി. രണ്ട്, അവന് ദുഃഖകരമായ ഒരു അന്ത്യമാണ് ഉണ്ടായിരുന്നത്. രാജാക്കന്മാരെ പോലെ അവനൊരു അന്ത്യം പ്രാപിക്കുവാൻ ദൈവം. ഇന്ന് രാത്രി ശ്രദ്ധിക്കണമേ പ്രിയരെ, ആരംഭത്തെക്കാൾ ആമേൻ സ്തോത്രം അവസാനം ഏറെ നല്ലതാകുവാൻ നാം ദൈവത്തോട് പ്രാർത്ഥിക്കേണ്ടിയിരിക്കുന്നു. ആരംഭം എങ്ങനെയും ആയിക്കൊള്ളട്ടെ, പക്ഷെങ്കിൽ അവസാനം എങ്ങനെയാണ്, അതാണ് നാം മെയിനായിട്ട് ചിന്തിക്കേണ്ടത്. ഇവിടെ വായിക്കുന്നത്, ആരംഭത്തിൽ അവൻ ദൈവത്തിൽ ആശ്രയിച്ചു, എന്നാൽ അവൻ സ്വന്തം ബലത്തിൽ ആശ്രയിച്ചപ്പോൾ അവൻ കുഷ്ഠരോഗിയായി. രണ്ട്, അവന്റെ അന്ത്യം വളരെ ദുഃഖകരമായിരുന്നു. അവസാന ഭാഗം ഇങ്ങനെയാണ്. സ്തോത്രം, അവൻ പിതാക്കന്മാരെ പോലെ നിദ്ര പ്രാപിച്ചു. അവൻ കുഷ്ഠരോഗിയല്ലോ എന്ന് പറഞ്ഞ് അവർ രാജാക്കന്മാർക്കുള്ള ശസ്മാന ഭൂമിയിൽ ദാവീദിന്റെ നഗരത്തിലല്ല അടക്കം ചെയ്തത്. യഹൂദ രാജാക്കന്മാർക്ക് വേണ്ടിയുള്ള സ്തോത്രം തുറസായ ഒരു ഭൂമിയിൽ അവനെ അടക്കം ചെയ്തു. കുഷ്ഠരോഗിയാണെന്ന് മുദ്രകുത്തി അവനെ അടക്കം ചെയ്തു. ഇന്ന് രാത്രിയിൽ പ്രിയപ്പെട്ട ഒരു കാര്യം ഞാൻ ആത്മാവിൽ വിളിച്ചു പറയട്ടെ. സ്തോത്രം, എന്തെല്ലാം നന്മകൾ ലോകത്തിൽ ഉണ്ടായാലും, എന്തെല്ലാം നേട്ടങ്ങൾ നാം കൈവരിച്ചാലും, ദൈവത്തെ ആശ്രയിച്ച് നമ്മുടെ ജീവിതം മുമ്പോട്ട് പോയാൽ അവസാനം ഏറ്റവും അനുഗ്രഹമായിരിക്കും, അന്ത്യം ഏറ്റവും അനുഗ്രഹമായിരിക്കും. ഞാൻ വാക്കുകളെ അവസാനിപ്പിക്കുകയാണ്. അതുപോലെ പൗലോസിനെ പോലെ നമുക്ക് പറയുവാൻ കഴിയും, ഞാൻ നല്ലപോലെ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. പ്രിയരെ, ഇതാണ് കർത്താവ് നമ്മൾ ആഗ്രഹിക്കുന്നത്. സ്തോത്രം, ഉസ്യാവിനെ പോലെയാകാതെ, സ്തോത്രം, ഉസ്യാവിന്റെ ജീവിതത്തിൽ നമുക്ക് തരുന്ന ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ്. ഉസ്യാവിനെ പോലെയാകാതെ, സ്തോത്രം, പ്രൈസ് ദി ലോർഡ്.